കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഇടം. പ്രേതക്കപ്പലുകൾ നിശബ്ദമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇടം. റേഡിയോകൾ നിശ്ചലമാകുന്ന, പടക്കുനോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായ ഇടം. 19-ാം നൂറ്റാണ്ടു മുതൽ ഇതുവരെ 75 വിമാനങ്ങളും 100-ലേറെ കപ്പലുകളും 1000-ലേറെ മനുഷ്യന്മാരും ബെർമുഡ ട്രയാങ്കിളിനടുത്തുവെച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്ക്. വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെടുക്കാനായിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ബെർമുഡ ട്രയാങ്കിൾ ഇപ്പോഴും നിഗൂഢതയുടെ പട്ടികയിൽ തുടരുന്നത്. 1964-ൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാഡീസാണ് ഈ പ്രദേശത്തിന് ബെർമുഡ ട്രയാങ്കിൾ എന്ന പേര് നൽകിയത്. ബെർമുഡ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണിത്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ ദൂരം. ചെകുത്താൻ ത്രികോണമെന്നും കാണാതാകുന്നവർ മറയ്ക്കപ്പെട്ട ഇടമെന്നും ദൗർഭാഗ്യത്തിന്റെ സമുദ്രമെന്നുമെല്ലാം ഈ മേഖല വിളിക്കപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബെർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീഗോളങ്ങൾ കടലിൽ വീഴുന്നതായും തന്റെ വടക്കുനോക്കി യന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങിയതായും കൊളംബസ് യാത്രാവിവരണത്തിൽ പറയുന്നു. 1918 മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് പോകുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് കപ്പൽ ബെർമുഡ ട്രയാങ്കിളിൽ വെച്ച് ദുരൂഹമായി കാണാതാകുന്നതോടെയാണ് വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത്. 309 പേരുണ്ടായിരുന്ന കപ്പലിനെക്കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല. അപകട സൂചനകളൊന്നും കപ്പൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. 1941-ൽ US-ന്റെ തന്നെ USS പ്രോട്ടിയസ് എന്ന കപ്പലും 1 മാസത്തിനു ശേഷം USS നീറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി. 1945-ൽ US-ന്റെ ഫ്ലൈറ്റ് 19 എന്ന 5 TBM അവെഞ്ചർ ടോർപീഡോ ബോംബർ വിമാനങ്ങൾ ബെർമുഡ ട്രയാങ്കിളിന് മുകളിൽ വെച്ച് റഡാറിൽ നിന്ന് മറഞ്ഞു. ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് കാണാതായി. എല്ലാം ദുരൂഹമായി തോന്നുന്നു. വെള്ള നിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഒന്നും ശരിയായി തോന്നുന്നില്ല. എവിടെയാണ് ഞങ്ങളെന്നറിയില്ല. വെള്ളയല്ല, പച്ച നിറത്തിലാണ് വെള്ളം. കാണാതായ വിമാനങ്ങളിലൊന്നിലെ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു: അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ അപകട കാരണം വ്യക്തമല്ലെന്ന റിപ്പോർട്ടിൽ US അന്വേഷണം അവസാനിപ്പിച്ചു. 1948-ൽ US-ന്റെ DC-3 യാത്രാ വിമാനവും ബ്രിട്ടീഷ് അവ്രോ ടുഡോർ വിമാനവും ഇവിടെ നിന്ന് കാണാതായി. 1949-ൽ ബർമുഡയിൽ നിന്ന് ജമൈക്കയിലേക്ക് പുറപ്പെട്ട G എഗ്രി വിമാനം, 1963-ൽ SS മറൈൻ സൾഫർ ക്ലീൻ, 1967-ൽ സിൽവിയ എൽ ഒസ്സ എന്ന ചരക്കുകപ്പൽ, 1984-ൽ ബഹാമസിൽ നിന്ന് പുറപ്പെട്ട യാത്രാവിമാനം സെസ്ന തുടങ്ങിയവ ബർമുഡ ട്രയാങ്കിൾ വിഴുങ്ങിയതിൽ ചിലതു മാത്രം. 2020 ഡിസംബറിൽ ബഹാമസിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പോയ യാത്രാ ബോട്ട് കാണാതായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ബെർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇതുവരെയുണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം 2016-ൽ കൊളറാഡോ സർവകലാശാല നടത്തിയ പഠനമാണ്. ബെർമുഡ ട്രയാങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഷഡ്ഭുജാകൃതിയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവയ്ക്ക് മണിക്കൂറിൽ 170 മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു. ഹാരിക്കെയിൻ ഫോഴ്സ് വിൻഡ് എന്നറിയപ്പെടുന്ന ഈ കാറ്റിന് 45 അടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനുമാകും. ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബെർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും കൊളറാഡോ ശാസ്ത്രജ്ഞർ പറയുന്നു.